ഹലോ കൂട്ടുകാരെ, അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ ക്ലാസ് 10 കെമിസ്ട്രി പുതിയ ടെസ്റ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സുകളൊക്കെ പഠിച്ചായിരുന്നു അല്ലേ? ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ അവയുടെ രാസപ്രവർത്തനം കെമിക്കൽ റിയാക്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ? ഇക്കാലത്ത് നാം ഉപയോഗിക്കുന്ന മരുന്നുകൾ, പോളിമറുകൾ, ഫ്യൂവൽസ്, ഇന്ധനങ്ങൾ, പ്ലാസ്റ്റിക്, പെയിൻറ്, വസ്ത്രങ്ങൾ തുടങ്ങിയ നിരവധി സബ്സ്റ്റൻസ് പദാർത്ഥങ്ങൾ കാർബണിക രസതന്ത്രത്തിൻ്റെ സംഭാവനയാണ്. കോൺട്രിബ്യൂഷൻ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി ആണ്. ഇങ്ങനത്തെ വേരിയസ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, കാർബണീയ സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് ഓർഗാനിക് റിയാക്ഷൻ വഴിയാണ്, കാർബണിക രാസപ്രവർത്തനത്തിലൂടെയാണ്. അപ്പോൾ കാർബൺ കോമ്പൗണ്ട്സ്, കാർബൺ സംയുക്തങ്ങൾ ഉൾപ്പെടുന്ന കെമിക്കൽ റിയാക്ഷനെ, രാസപ്രവർത്തനങ്ങളെയാണ് കാർബണിക രാസപ്രവർത്തനങ്ങൾ, ഓർഗാനിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മേജറായിട്ട് പ്രധാനമായി പഠിക്കാനുള്ള ഓർഗാനിക് റിയാക്ഷൻസ്, കാർബണീയ രാസപ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദേശ രാസപ്രവർത്തനം, അഡീഷൻ രാസപ്രവർത്തനം, ജ്വലനം, താപീയ വിഘടനം, പോളിമറൈസേഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, അഡീഷൻ റിയാക്ഷൻസ്, കമ്പസ്റ്റൻ, തെർമൽ ക്രാക്കിംഗ്, പോളിമറൈസേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിയാക്ഷനിലേക്ക് പോകാം. ആദ്യത്തെ റിയാക്ഷനാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, മീഥേന് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ, ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റിൽ നമ്മൾ ക്ലോറിനുമായിട്ട് രാസപ്രവർത്തനം നടത്തുന്നതിൻ്റെ ഒരു രാസസമവാക്യമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന ഹൈഡ്രോ കാർബൺ ഏതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? CH4. ഏതാണ് ഇവിടുത്തെ ഹൈഡ്രോ കാർബൺ? CH4. ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കാർബണും ഹൈഡ്രജനും ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹൈഡ്രോ കാർബൺ ഏതാണ്? CH4 ആണ്. അപ്പോൾ ഈ കെമിക്കൽ ഇക്വേഷനാണ്, ഈ രാസസമവാക്യമാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. CH4 + Cl2, 2 ക്ലോറിൻ മോളിക്യൂളുണ്ട്, 2 ക്ലോറിൻ തന്മാത്രകളുണ്ട്. പ്രൊഡക്റ്റിൽ എന്ത് സംഭവിക്കുന്നു? ഉൽപ്പന്നത്തിൽ എന്ത് സംഭവിക്കുന്നു? ഒരു ഹൈഡ്രജൻ പോകുന്നു, അവിടെ ഒരു ക്ലോറിൻ കയറിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? CH3 Cl എന്ന് വരും, പ്ലസ് ആ പോയ ഹൈഡ്രജനും ഇതിലുള്ള Clഉം കൂടെ ചേർന്ന് HCl ഫോം ചെയ്യുന്നു. അപ്പോൾ CH4 + Cl2 ഗീവ്സ് CH3 Cl + HCl. എത്ര ഹൈഡ്രജൻ ഉണ്ടോ അത്രയും ഹൈഡ്രജനെ മാറ്റി റിമൂവ് ചെയ്ത് അവിടെ ക്ലോറിൻ കയറിയിരിക്കും. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഇവിടെ രാസപ്രവർത്തന ഫലമായി ഹൈഡ്രോ കാർബണിലെ ഹൈഡ്രജൻ്റെ സ്ഥാനത്ത് വന്നു ചേർന്ന ആറ്റം ഏതാണ്? വിച്ച് ആറ്റം റിപ്ലേസസ് ഹൈഡ്രജൻ ഇൻ ദി ഹൈഡ്രോ കാർബൺ? ഈ ഹൈഡ്രോ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോയപ്പോൾ ഏത് ആറ്റമാണ് കയറിയിരുന്നത്? ക്ലോറിൻ ആറ്റം, Cl, ക്ലോറിൻ. അപ്പോൾ ഉണ്ടായ സംയുക്തത്തിൻ്റെ IUPAC നാമം എഴുതുക. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ നെയിം എഴുതാനാണ്. നമ്മൾ പഠിച്ചു എന്താണ്? ഫസ്റ്റ് പൊസിഷനിൽ ക്ലോറോ, അപ്പോൾ എന്താണ്? 1-ക്ലോറോ മീഥെയിൻ തന്നെ വരും. 1-ക്ലോറോ മീഥെയിൻ, അല്ലെങ്കിൽ ക്ലോറോ മീഥെയിൻ എന്ന് എഴുതിയാലും കറക്റ്റാണ്. 1-ക്ലോറോ മീഥെയിൻ, 1-ക്ലോറോ മീഥെയിൻ. ക്ലോറോ മീഥേൻ എന്ന് വരും. അപ്പോൾ ഇത്തരം രാസപ്രവർത്തനങ്ങളെയാണ് നമ്മൾ ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. കാർബണിൻ്റെ ഫസ്റ്റ് പൊസിഷനിലാണ് ക്ലോറിന് ഒരു കാർബണേ ഉള്ളൂ, അപ്പോൾ 1-ക്ലോറോ മീഥേൻ എന്ന് വരും. ഓക്കെ, ഇനി ഒരു സംയുക്തത്തിൽ ഒരു ആറ്റത്തിന് പകരം മറ്റൊരു ആറ്റമോ ആറ്റങ്ങളുടെ ഗ്രൂപ്പോ വന്നു ചേരുന്ന രാസപ്രവർത്തനങ്ങളെയാണ് നമ്മൾ ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്ന രാസപ്രവർത്തനങ്ങൾ, കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്, ഇൻ വിച്ച് ആൻ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഈസ് റിപ്ലേസ്ഡ് വിത്ത് അനദർ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഇൻ എ കോമ്പൗണ്ട്. ഒരു സംയുക്തത്തിലെ ഒരാറ്റത്തിന് പകരം മറ്റൊരു ആറ്റമോ അല്ലെങ്കിൽ ആറ്റങ്ങളുടെ ഗ്രൂപ്പോ വന്നു ചേരുന്ന രാസപ്രവർത്തനമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ
CH3Cl സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്കിവിടെ കിട്ടിയ പ്രൊഡക്റ്റായ 1-ക്ലോറോമീഥേന് നമ്മൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ വീണ്ടും ക്ലോറിനുമായി തുടർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. എന്താണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്? ഒരു ഹൈഡ്രജൻ ആറ്റം പോകുന്നു, ഒരു ക്ലോറിൻ ആറ്റം കയറിയിരിക്കുന്നു. അപ്പോൾ CH2Cl2 എന്ന് വരും. അപ്പോൾ CH3Cl + Cl2 in presence of sunlight നമുക്ക് എന്ത് കിട്ടുന്നു? CH2Cl2 കിട്ടുന്നു പ്ലസ് HCl. ഒരു ഹൈഡ്രജൻ പോകുന്നു, ഒരു ക്ലോറിനും കൂടെ കയറുന്നു. അങ്ങനെ എത്ര ഹൈഡ്രജൻ ഉണ്ടോ അത്രയും ഹൈഡ്രജൻ പോയിട്ട് ഓരോ ക്ലോറിൻ വെച്ച് ആഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആദേശ രാസപ്രവർത്തനം നടക്കുന്നത്. അങ്ങനെയാണ് ഈ ഘട്ടം 3-ലും 4-ലും സ്റ്റെപ്പ് 3-ലും 4-ലും ഉള്ളത് പൂർത്തീകരിക്കാമല്ലോ. അതിൻ്റെ കൂടെ അവ ലഭിക്കുന്ന സംയുക്തങ്ങൾ IUPAC നാമവും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ നെയിം എങ്ങനെയായിരിക്കും? ഫസ്റ്റ് കാർബണിൽ തന്നെ 2 ക്ലോറിൻ അല്ലേ, അപ്പോൾ 1,1 ഡൈക്ലോറോമീഥേൻ എന്ന് വരും. ഒരു കാർബണേ ഉള്ളല്ലോ, അപ്പോൾ ഡൈക്ലോറോമീഥേൻ എന്ന് വരും. ഡൈക്ലോറോമീഥേൻ. അപ്പോൾ നമുക്ക് കിട്ടിയ 1,1 ഡൈക്ലോറോമീഥേനെ പിന്നെയും ക്ലോറിൻ മോളിക്യൂൾ വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്, സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ, അത് മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു ഹൈഡ്രജൻ പോകുന്നു, ഒരു ക്ലോറിൻ മോളിക്യൂൾ എന്ത് ചെയ്യുന്നു? അവിടോട്ട് വന്നിരിക്കുന്നു. അപ്പോൾ എങ്ങനെ കിട്ടും? CH ഓക്കെ പ്ലസ് HCl. അപ്പം ഇതിൻ്റെ നെയിം എങ്ങനെ വരും? 1,1 ട്രൈക്ലോറോ മീഥെയിൻ എന്ന് വരും. CHCl3 അല്ലേ ഇവിടെ നമുക്ക് കിട്ടിയത്? CHCl3. ഇവയെല്ലാം നമുക്ക് ഈ ഫസ്റ്റ് പൊസിഷനിലാണ് ഏതായാലും ക്ലോറിൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ നമുക്ക് ഡൈക്ലോറോമീഥേൻ, ട്രൈക്ലോറോമീഥേൻ എന്ന് എഴുതിയാലും തെറ്റില്ല. കാരണം ഫസ്റ്റ് പൊസിഷനിൽ തന്നെയാണ്, ഫസ്റ്റ് കാർബൺ ആറ്റമിൽ തന്നെയാണ് ഈ ക്ലോറിൻ എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ട്രൈക്ലോറോമീഥേൻ, ഡൈക്ലോറോമീഥേൻ എന്ന് എഴുതിയത് കൊണ്ട് തെറ്റില്ല. ക്ലോറോമീഥേൻ എന്ന് എഴുതിയാലും തെറ്റില്ല, ഓർത്തോളുക. അപ്പം ഇതെന്താ? ഡൈക്ലോറോമീഥേൻ. ഇത് ഇവിടുത്തെ ട്രൈക്ലോറോമീഥേൻ. ഓക്കെ, ഈ ട്രൈക്ലോറോമീഥേൻ CHCl3 നമുക്ക് ക്ലോറോഫോം എന്നും വിളിക്കാം. കേട്ടിട്ടുണ്ടല്ലോ, ക്ലോറോഫോം എന്നും അറിയപ്പെടും. ക്ലോറോഫോം. ഓക്കെ, CHCl3 ക്ലോറോഫോം എന്നും വിളിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് 4 നോക്കാം. നമുക്ക് സ്റ്റെപ്പ് 3 കിട്ടിയത് ട്രൈക്ലോറോമീഥേൻ ആയിരുന്നു, അല്ലെങ്കിൽ ക്ലോറോഫോം എന്ന് പറയും. ഇനി അതിനെ ഇനിയും ക്ലോറിൻ മോളിക്യൂൾ വെച്ച്, ക്ലോറിൻ തന്മാത്ര വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും? സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യം, സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഇനിയുള്ള ഒരു ഹൈഡ്രജനും കൂടെ പോകുന്നു, അവിടെ ക്ലോറിൻ കയറിയിരിക്കുന്നു. അപ്പോൾ സിംഗിൾ ബോണ്ട് Cl, ഏകബന്ധനം Cl പ്ലസ് HCl. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. കാർബൺ ആറ്റത്തിൽ 4 ക്ലോറിൻ ആറ്റംസ്. അപ്പോൾ എങ്ങനെ വരും? ടെട്രാക്ലോറോമീഥേൻ എന്ന് വരും. എന്ത് വരും? ടെട്രാക്ലോറോമീഥേൻ എന്ന് വരും.
അപ്പോൾ ഇവിടെ പൊസിഷൻ ഒന്ന് തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ പിന്നെയും 1,1,1,1 ഇട്ട് ടെട്രാക്ലോറോമീഥേൻ എഴുതാൻ. കാർബൺ ഒന്നേ ഉള്ളൂ, ആ കാർബണിൽ തന്നെയാണ് നമ്മുടെ ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ടെട്രാക്ലോറോമീഥേൻ എഴുതുന്നതും ശരിയാണ്, ടെട്രാക്ലോറോമീഥേൻ. അപ്പോൾ CHCl3 അതായത് ട്രൈക്ലോറോമീഥേൻ അല്ലെങ്കിൽ ക്ലോറോഫോം ക്ലോറിൻ മോളിക്യൂളായിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഹൈഡ്രജൻ പോകുന്നു, അടുത്ത ക്ലോറിൻ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ CCl4 ടെട്രാക്ലോറോമീഥേൻ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ CH സിംഗിൾ ബോണ്ട് CH3 ഈഥെയിനെ ക്ലോറിനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തങ്ങൾ ഏതെല്ലാമാണെന്ന് സമവാക്യം എഴുതാൻ, ഇക്വേഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഈഥെയിന് CH3 സിംഗിൾ ബോണ്ട് CH3 ക്ലോറിൻ തന്മാത്ര ക്ലോറിൻ മോളിക്യൂൾ പ്ലസ് Cl2. അപ്പോൾ ഒരു ഹൈഡ്രജൻ പോകുന്നു, ഒരു Cl കയറിയിരിക്കുന്നു. അപ്പോൾ ആദ്യം ഒരു CH3യെ മാറ്റാം. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH2 Cl എന്നുണ്ടാവുന്നു. CH2 Cl പ്ലസ് HCl. ഇനി ഉണ്ടായ ഈ പ്രൊഡക്റ്റിൽ നിന്നാണ് നമ്മുടെ അടുത്ത ഉൽപ്പന്നം ഉണ്ടാകുന്നത്. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH2 Cl പ്ലസ് Cl2 gives in presence of sunlight ആണ്. എല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എല്ലാം സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്, സൂര്യപ്രകാശത്തിൻ്റെ പ്രസൻസിൽ. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CHCl2 എന്നാവുന്നു, ഒരു ഹൈഡ്രജനോടെ പോകുന്നു. അപ്പോൾ CHCl2 പ്ലസ് HCl പ്ലസ് HCl. അടുത്ത് ഈ പ്രൊഡക്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ CH3 CHCl2 പ്ലസ് Cl2 ക്ലോറിൻ തന്മാത്ര ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്, സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CCl3 ആവുന്നു, CCl3 ആവുന്നു പ്ലസ് HCl. അങ്ങനെ അടുത്ത ക്ലോറിൻ മോളിക്യൂളും വെച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഓരോ ഹൈഡ്രജൻ വെച്ച് പോകുന്നു. അങ്ങനെ ഇവിടെ CCl3 ആവുന്നു. അത് നമുക്കൊന്ന് എഴുതാം. ഇപ്പോൾ എല്ലാ ഹൈഡ്രജനെയും ക്ലോറിൻ മോളിക്യൂൾ വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനെ അവസാനം CCl3 സിംഗിൾ ബോണ്ട് CCl3 എന്ന് നമുക്ക് കിട്ടുന്നു. ഇതാണ് നമ്മുടെ ഈഥെയിൻ്റെ ഇക്വേഷൻസ്. ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ രണ്ടാമത്തെ രാസപ്രവർത്തനമാണ് അഡീഷൻ റിയാക്ഷൻ, അഡീഷൻ രാസപ്രവർത്തനങ്ങൾ. CH4 എന്ന് പറയുന്നത് മീഥെയിനാണ്. മീഥെയിൻ എന്ന് പറയുന്നത് ഒരു പൂരിത ഹൈഡ്രോ കാർബണാണ് അല്ലേ, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണാണ്. CH2 ഡബിൾ ബോണ്ട് CH2ഉം CH2 ദ്വയബന്ധനം CH2ഉം CH ട്രിപ്പിൾ ബോണ്ട് CHഉം CH ത്രിബന്ധനം CH എന്ന് പറയുന്നത് അപൂരിത ഹൈഡ്രോ കാർബണുകളാണ്. അപ്പോൾ ഇവിടുത്തെ ഹൈഡ്രോ കാർബണുകൾ ആരൊക്കെയാണ്? CH ഡബിൾ ബോണ്ട് CH2ഉം CH ട്രിപ്പിൾ ബോണ്ട് CHഉം ആണ്. CH ട്രിപ്പിൾ ബോണ്ട് CHഉം CH2 ഡബിൾ ബോണ്ട് CH2. ഇവയാണ് അപൂരിത ഹൈഡ്രോ കാർബൺ. നമ്മൾ പഠിച്ചതാണ് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വന്നാൽ, ദ്വയബന്ധനം ത്രിബന്ധനം വന്നാൽ അവരെ നമ്മൾ അപൂരിത ഹൈഡ്രോ കാർബണുകൾ എന്നാണ് വിളിക്കുന്നത്. ഇനി അവയുടെ IUPAC നാമം എഴുതാൻ CH4 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ, മീഥെയിനാണ്. CH2 ഡബിൾ ബോണ്ട് CH2 രണ്ട് കാർബണുണ്ട്, ഡബിൾ ബോണ്ടാണ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? ഈഥീൻ എന്ന് എഴുതും. ഈഥീൻ. ഇനി CH ട്രിപ്പിൾ ബോണ്ട് CHനെ
ഈഥൈൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഈഥൈൻ. ഈഥൈൻ എന്ന് നമ്മൾ വിളിക്കും. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ ഐനാണ് ചേർക്കുന്നത്. അപ്പോൾ ഈഥൈൻ എന്ന് വിളിക്കും. ഇവിടെ 2 കാർബൺ ആറ്റം ഉണ്ടായിട്ട് ഈഥൈൻ എന്ന് വിളിക്കും. ഈഥൈൻ. ഇപ്പോൾ ഉയർന്ന താപനിലയിൽ നല്ല ഹൈ ടെമ്പറേച്ചറിൽ നിക്കൽ ഉൾപ്രേരകത്തിൻ്റെ നിക്കൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഈഥീനെ ഹൈഡ്രജനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ്, രാസസമവാക്യമാണ് നമുക്കിവിടെ താഴെ തന്നിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കാം. CH2 ഡബിൾ ബോണ്ട് CH2 നമ്മുടെ ഈഥീന് ഹൈഡ്രജൻ H2വുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ്. നിക്കൽ ഉൾപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉയർന്ന താപനിലയിൽ അറ്റ് ഹൈ ടെമ്പറേച്ചറിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ CH3 സിംഗിൾ ബോണ്ട് CH3 ഉണ്ടാവുന്നു. CH2 ഡബിൾ ബോണ്ട് CH2 ആയിരുന്നത് പ്ലസ് ഹൈഡ്രജൻ്റെ പ്രസൻസിൽ നിക്കലിൻ്റെ സാന്നിധ്യത്തിൽ ട്രീറ്റ് ചെയ്തപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH3 ആയി മാറി. ദ്വയബന്ധനം ഇവിടെ ഏകബന്ധനമായി മാറി അല്ലേ? ഹൈഡ്രജൻ്റെ എണ്ണം കൂടി. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2 ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ് CH3 സിംഗിൾ ബോണ്ട് CH3 ആയി മാറി. അപ്പോൾ ഈഥീനിലെ കാർബൺ ഡബിൾ ബോണ്ട് ദ്വയബന്ധനത്തിന് എന്തു മാറ്റമാണ് സംഭവിച്ചത്? ഇവിടെ ദ്വയബന്ധനമായിരുന്നു, അതെന്തായി മാറി? ഏകബന്ധനമായി മാറി. സിംഗിൾ ബോണ്ടായി മാറി അല്ലേ? ഏകബന്ധനമായി മാറി. അപ്പോൾ ഇവിടെ ലഭിച്ച ഉൽപ്പന്നം ഏതാണ്? ഇവിടെ ലഭിച്ച ഉൽപ്പന്നം ഏതാണ്? ഈഥെയിൻ ആണ് അല്ലേ? ഈഥെയിൻ. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അത് എയിൻ ആണല്ലോ. അപ്പോൾ ഈഥെയിനാണ് ഇവിടെ ലഭിച്ച ഉൽപ്പന്നം. ഈഥെയിനാണ് നമുക്ക് ഇവിടെ ലഭിച്ച ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഈ ഉൽപ്പന്നം പൂരിതമാണ് അപൂരിതമാണ്? സിംഗിൾ ബോണ്ട് ആണ് അല്ലെങ്കിൽ ഏകബന്ധനമാണെങ്കിൽ അവർ സാച്ചുറേറ്റഡ് ആണ്. പൂരിത ഹൈഡ്രോ കാർബണുകളാണ്, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ്. സിംഗിൾ ബോണ്ട് വന്നാൽ അവർ സാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ആയിരുന്ന ഹൈഡ്രോ കാർബൺ സിംഗിൾ ബോണ്ടായി മാറുകയായിരുന്നു. അപ്പോൾ ഇത്തരം രാസപ്രവർത്തനങ്ങളെയാണ് നമ്മൾ അഡീഷൻ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? അഡീഷൻ റിയാക്ഷൻസ്. അഡീഷൻ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അഡീഷൻ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ദ്വയബന്ധനമോ ത്രിബന്ധനമോ ഉള്ള അപൂരിത ഓർഗാനിക് സംയുക്തങ്ങൾ, അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ളവ സെർട്ടൻ മോളിക്യൂൾസുമായിട്ട് മറ്റ് ചില തന്മാത്രകളുമായിട്ട് ചേർന്ന് പൂരിത സംയുക്തങ്ങളായി മാറുന്ന സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സായി ഫോം ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് അഡീഷൻ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ത്രിബന്ധനമുള്ള ഓർഗാനിക് സംയുക്തങ്ങൾ ഭാഗികമായി ചെറു തന്മാത്രകളുമായി ചേർന്ന്, ട്രിപ്പിൾ ബോണ്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് പാർഷ്യലി ചെറിയ മോളിക്യൂളുമായിട്ട് സ്മോൾ മോളിക്യൂൾസുമായിട്ട് കമ്പൈൻ ചെയ്ത് ദ്വയബന്ധനമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നതും ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്ന പ്രവർത്തനവും അഡീഷൻ രാസപ്രവർത്തനമാണ്, അഡീഷൻ റിയാക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് താഴെ തന്നിരിക്കുന്ന ഈഥീനെ ഒന്ന് അഡീഷൻ റിയാക്ഷൻ വെച്ച് ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ CH ട്രിപ്പിൾ ബോണ്ട് H2 വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ ഉൾപ്രേരകത്തിൻ്റെ പ്രസൻസിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഓരോ ഹൈഡ്രജനും ഓരോ കാർബണിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ 2 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഹൈഡ്രജൻ ഒരു കാർബണിലേക്ക് പോകുന്നു, അടുത്ത ഹൈഡ്രജൻ അടുത്ത കാർബണിലേക്ക് പോകുന്നു. അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് എന്തായി മാറുന്നു? ഡബിൾ ബോണ്ടായി മാറുന്നു. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 ആണ് അഡീഷൻ രാസപ്രവർത്തനം, അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത നോക്കാം, ഈഥീന് CH2 ഡബിൾ ബോണ്ട് CH2. ഇവിടെ ക്ലോറിൻ മോളിക്യൂൾ എടുക്കുന്നു. ഇവിടെ ക്ലോറിൻ തന്മാത്ര 2 എണ്ണം ഉണ്ട് അല്ലേ? ഓരോ ക്ലോറിനും ഓരോ കാർബണിലേക്ക് പോകുന്നു. 2 എണ്ണം ഉണ്ട്, ഓരോ ക്ലോറിനും ഓരോ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ വരും? ഡബിൾ ബോണ്ട് ആയിരുന്നത് എന്തായി മാറും? സിംഗിൾ ബോണ്ടായി മാറും. അപ്പോൾ CH2Cl സിംഗിൾ ബോണ്ട് CH2 Cl. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ അഡീഷൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ടേബിൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കിയാലോ?
അപ്പോൾ ഇവിടെ ആദ്യത്തെ CH3 സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH2. ഇതിനെ നമ്മൾ പ്രൊപ്പീൻ എന്ന് വിളിക്കും. എന്താണ്? പ്രൊപ്പീൻ. 3 കാർബണാറ്റമാണ്, പിന്നെ അവരുടെ ഇടയ്ക്ക് ഡബിൾ ബോണ്ടാണ്, അപ്പോൾ പ്രൊപ്പീൻ എന്ന് വിളിക്കും. പ്രൊപ്പീൻ. അതിനെ ഹൈഡ്രജൻ വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ എന്ത് സംഭവിക്കുന്നു? ഒരു ഹൈഡ്രജൻ ഈ കാർബണിലേക്ക് പോകുന്നു, ഇതിലുള്ള ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? അടുത്ത കാർബണിലേക്ക് പോകുന്നു. അപ്പോൾ വേറെ ഒന്നും കൺസിഡർ ചെയ്യേണ്ട, ഈ ഡബിൾ ബോണ്ടുള്ള ഈ 2 കാർബണെ മാത്രം കൺസിഡർ ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്ന മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്രയിൽ ഒരാളെ ഒരു കാർബണിലേക്ക് കൊടുക്കുക, അടുത്ത ആളെ അടുത്ത കാർബണിലേക്ക് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഡബിൾ ബോണ്ട് എന്തായി മാറുന്നു? സിംഗിൾ ബോണ്ടായി മാറുന്നു. അപ്പോൾ എങ്ങനെ കിട്ടും? CH3 സിംഗിൾ ബോണ്ട് CH2 ആകുന്നു, CH2 ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആവുന്നു, CH2 CH3 ആവുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പ്രൊപ്പെയിൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? പ്രൊപ്പെയിൻ. 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 ഇനി അടുത്തത് CH2 ഡബിൾ ബോണ്ട് CH2. ഈഥീന് HCl മോളിക്യൂൾ വെച്ച്, HCl തന്മാത്ര വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡബിൾ ബോണ്ടിൻ്റെ ഒരു കാർബണ് നമ്മൾ ഒരു H കൊടുക്കുന്നു, ഒരു കാർബണ് നമ്മൾ Cl അറ്റാച്ച് ചെയ്യുന്നു. എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? CH2 Cl സിംഗിൾ ബോണ്ട് CH3. അപ്പോൾ ഇതിൻ്റെ നെയിം എങ്ങനെ വരും? 1-chloro ഈഥേൻ എന്ന് വരും. 1-chloro ഈഥേൻ. ഈഥേൻ 2 കാർബണാറ്റം ഉണ്ടായതുകൊണ്ട് ഈഥെയിൻ. ഏകബന്ധനമാണല്ലോ, ഈഥെയിൻ. 1-chloro ഈഥേൻ എന്ന് വരും. ഫസ്റ്റ് പൊസിഷനിലാണ് ക്ലോറിൻ ഇരിക്കുന്നത്, അപ്പോൾ 1-chloro ഈഥേൻ. ഓക്കെ, അടുത്തത് നോക്കാം. ഫൈനൽ CH3 സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH3. ഇതിനെ നമുക്ക് ബ്യൂട്ട് 2E എന്ന് വിളിക്കാം. സെക്കൻഡ് പൊസിഷനിലാണ് നമ്മുടെ ഡബിൾ ബോണ്ട് ദ്വയബന്ധനം ഇരിക്കുന്നത്. 4 കാർബൺ ഉണ്ട്, അപ്പോൾ ബ്യൂട്ട് 2E എന്ന് വിളിക്കാം. അതിന് HBr മോളിക്യൂളുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മളൊന്നും ബാക്കി ആരും ശ്രദ്ധിക്കണം. ഈ ഡബിൾ ബോണ്ടിൻ്റെ 2 സൈഡിലുമുള്ള, ഇരുവശങ്ങളിലുമുള്ള കാർബണെ മാത്രം ശ്രദ്ധിക്കുക. നമുക്ക് തന്നിരിക്കുന്ന തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂളിനെ ശ്രദ്ധിക്കുക. എന്നിട്ട് ഓരോരുത്തരെയും ഓരോ കാർബൺ വെച്ച് കൊടുക്കുക. അപ്പോൾ ഹൈഡ്രജന് ഞാൻ ഈ കാർബൺ കൊടുക്കുന്നു, ബ്രോമിനെ ഞാൻ അതിൻ്റെ ഇപ്പുറത്തെ കാർബൺ കൊടുക്കുന്നു. അപ്പോൾ എങ്ങനെ വരും നമുക്ക് പ്രോഡക്റ്റ്? CH3 സിംഗിൾ ബോണ്ട് CHBr ഒന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നു, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആവുന്നു, സിംഗിൾ ബോണ്ട് CH2 ആകുന്നു, CH3. ഇതായിരിക്കും നമ്മുടെ പ്രോഡക്റ്റ്. ഇതിൻ്റെ നെയിം എങ്ങനെ വരും? സെക്കൻഡ് പൊസിഷനിലാണ് ബ്രോമിൻ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ 2-bromo ബ്യൂട്ടേൻ എന്ന് വരും. 2-bromo ബ്യൂട്ടേൻ. അടുത്ത മൂന്നാമത്തെ റിയാക്ഷനാണ് പോളിമറൈസേഷൻ. പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ ലഘുവായ അനേക തന്മാത്രകൾ, സിമ്പിൾ മോളിക്യൂൾസ് ചേർന്ന് സങ്കീർണ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ്. ജോയിൻ ചെയ്ത് ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലഘുവായ അനേക തന്മാത്രകൾ ഒന്നിച്ചു ചേർന്ന് സങ്കീർണ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. പോളിമറൈസേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് സിമ്പിൾ മോളിക്യൂൾസ് ജോയിൻ ടുഗദർ ടു ഫോം ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾസ്. ഈ സിമ്പിൾ മോളിക്യൂൾസിനെയാണ് മോണോമേഴ്സ് എന്ന് വിളിക്കുന്നത്. മോണോമറുകൾ എന്ന് വിളിക്കുന്ന ഈ ലഘു തന്മാത്രകളെയാണ് മോണോമറുകൾ എന്ന് വിളിക്കുന്നത്.
പോളിമറൈസേഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഈ സങ്കീർണ തന്മാത്രകളെ, കോംപ്ലക്സ് മോളിക്യൂളെ നമ്മൾ പോളിമേഴ്സ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? പോളിമേഴ്സ് എന്നാണ് വിളിക്കുന്നത്. പോളിമേഴ്സ്, പോളി എന്ന് വെച്ചാൽ മെനി, പോളി എന്ന് വെച്ചാൽ ഒത്തിരി, മെനി. മെർ എന്ന് വെച്ചാൽ യൂണിറ്റ്, പാർട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ പോളിമറൈസേഷൻ്റെ മെത്തേഡിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പോളിമേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അഡീഷൻ പോളിമേഴ്സും കണ്ടൻസേഷൻ പോളിമറൈസേഷൻ്റെ രീതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അഡീഷൻ പോളിമറുകളെന്നും കണ്ടൻസേഷൻ പോളിമറെന്നും രണ്ട് വിഭാഗമായിട്ട് നമുക്ക് തിരിക്കാം. അഡീഷൻ പോളിമേഴ്സ്. അപ്പോൾ അഡീഷൻ പോളിമറുകൾ എന്ന് പറയുന്നത് അതെങ്ങനെ ഉണ്ടാകുന്നത്? ആർ ഒബ്റ്റെയിൻഡ് ബൈ റിപ്പീറ്റഡ് അഡീഷൻ റിയാക്ഷൻ ഓഫ് മോണോമറുകളെ നമ്മൾ ആവർത്തിച്ച അഡീഷൻ പ്രവർത്തനം വഴിയാണ്, അഡീഷൻ റിയാക്ഷൻ നടത്തുന്ന വഴിയാണ് അഡീഷൻ പോളിമേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈഥീൻ തന്മാത്രകൾ തന്നിട്ടുണ്ട്. അത് തമ്മിൽ അഡീഷൻ പോളിമറൈസേഷൻ നടക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം ഏതാണെന്ന് നോക്കാം. അപ്പോൾ അനേക ഈഥീൻ മോളിക്യൂൾസ് ഉന്നത മർദ്ദത്തിലും ഹൈ പ്രഷറിലും താപനിലയിലും ടെമ്പറേച്ചറിലും ഉൾപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഒന്നിച്ചു ചേരുന്ന പ്രവർത്തനത്തിൻ്റെ സമവാക്യമാണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്. അണ്ടർ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, ഉയർന്ന മർദ്ദത്തിലും താപനിലയിലും ഉൾപ്രേരകത്തിൻ്റെ പ്രസൻസിൽ, ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ റിയാക്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. NCH2 ഡബിൾ ബോണ്ട് CH2. ഇപ്പോൾ നമുക്ക് പോളിമറൈസേഷൻ റിയാക്ഷൻ എഴുതുമ്പോൾ നമ്മൾ തരുന്ന മോണോമറിൻ്റെ ഫ്രണ്ടിലായിട്ട് n നമ്പർ ഓഫ് മോണോമേഴ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ n ചേർക്കും. അപ്പോൾ NCH2 ഡബിൾ ബോണ്ട് CH2 ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുക. പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ ആദ്യം സിംഗിൾ ബോണ്ടായിട്ട് എഴുതുക. CH2 സിംഗിൾ ബോണ്ട് CH2. ഓക്കെ, ഡബിൾ ബോണ്ട് മാറ്റി സിംഗിൾ ബോണ്ടായിട്ട് എഴുതുക. അതിന് ശേഷം രണ്ട് ബ്രാക്കറ്റ് ഇടുക. ഇങ്ങനത്തെ രണ്ട് ബ്രാക്കറ്റ് ഇടുക. ഇതിൽ ചേർത്ത് ഇങ്ങനെ ഒരു സിംഗിൾ ബോണ്ട് വരയ്ക്കുക. അതിന് ശേഷം N ഇവിടെ താഴെ എഴുതുക. ഇങ്ങനെയാണ് പോളിമറൈസേഷൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ആദ്യം മോണോമറിൻ്റെ പേര് ഈഥീനാണ് അല്ലേ? ഇത് ഈഥീനാണ്. അത് പോളിമറൈസേഷൻ നടന്ന ശേഷം നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് പോളീന്നും കൂടെ ചേർക്കും. എന്ത് ചേർക്കും? പോളീന്ന്. അപ്പോൾ പോളിത്തീൻ വരും പേര്. എന്ത് വരും? പോളിത്തീൻ വരും. ജസ്റ്റ് ഈഥീനായിരുന്നു നമ്മൾ മോണോമറിൻ്റെ നെയിം. പോളിമറൈസേഷൻ നടന്നു കഴിയുമ്പോൾ അതിന് പോളിയും കൂടെ ചേർന്നു, അപ്പോൾ പോളിത്തീൻ. ഇവിടെ ഈ കെമിക്കൽ റിയാക്ഷനിൽ രാസപ്രവർത്തനത്തിൽ മോണോമറിൻ്റെ പേരെന്താ? ഈഥീൻ. എന്താണ് പേര്? ഈഥീനാണ് നമ്മുടെ മോണോമർ എന്ന് പറയുന്നത്. ഇനി പോളിമറിൻ്റെ പേരെന്താ? ഇവിടുത്തെ പോളിമർ എന്താണ്? പോളി ഈഥീനാണ് നമ്മുടെ പോളിമർ എന്ന് പറയുന്നത്. എന്താണ് പോളിമർ? ഇവിടുത്തെ പോളി ഈഥീൻ അല്ലെങ്കിൽ പോളിത്തീൻ എന്ന് പറയും. പോളിത്തീൻ ഓർ പോളി ഈഥീനാണ് നമ്മുടെ ഇവിടുത്തെ പോളിമർ എന്ന് പറയുന്നത്. ഇനി പ്ലാസ്റ്റിക് പൈപ്പുകളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമറാണ് പോളിവിനൈൽ ക്ലോറൈഡ്, PVC. എന്താണ്? പ്ലാസ്റ്റിക് പൈപ്പുകളൊക്കെ നിർമ്മിക്കുവാൻ, പ്ലാസ്റ്റിക് പൈപ്പുകളൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പോളിമറാണ് പോളിവിനൈൽ ക്ലോറൈഡ്, PVC എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മോണോമർ എന്ന് പറയുന്നത് വിനൈൽ ക്ലോറൈഡാണ്. എന്താണ്? വിനൈൽ ക്ലോറൈഡാണ് അതിൻ്റെ മോണോമർ എന്ന് പറയുന്നത്, വിനൈൽ ക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ ഈ പ്രവർത്തനത്തിൻ്റെ സമവാക്യം നൽകിയിട്ടുണ്ട്, നമ്മളോട് പൂർത്തീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെ എഴുതണം? CH2 സിംഗിൾ ബോണ്ട് CHCl. നമുക്ക് തന്നിരിക്കുന്ന മോണോമർ അതേപോലെ ഡബിൾ ബോണ്ട് ഇല്ലാതെ എഴുതുക. അതിന് ശേഷം ബ്രാക്കറ്റ് ഇടുക, രണ്ട് സൈഡിലും ബ്രാക്കറ്റ് ഇടുക. അതിന് ശേഷം ഏകബന്ധനം കൊടുക്കുക. ഒരു സിംഗിൾ ബോണ്ട് രണ്ട് സൈഡിലും, കാർബണിന് നേരെ തന്നെ ഓരോ കാർബണിനും രണ്ട് സൈഡിലായിട്ട് കൊടുക്കുക. ഈ N എവിടെ എഴുതണം? ഇതിൻ്റെ താഴെയായിട്ട് N എഴുതുക. അപ്പം ഇതാണ് വിനൈൽ ക്ലോറൈഡ്, ഇതാണ് പോളിവിനൈൽ ക്ലോറൈഡ്. ഒന്നുകൂടെ എഴുതി കാണിക്കാം. ആദ്യം ഡബിൾ ബോണ്ട് ഇല്ലാതെ എഴുതുക. അപ്പോൾ CH2 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് Cl. ഇനി ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് ഈ കാർബണിൻ്റെയും ഈ കാർബണിൻ്റെ അവിടെ ഓരോ ബോണ്ട് വരയ്ക്കുക, താഴെ N എഴുതുക.
ഇതാണ് നമ്മുടെ പോളിവിനൈൽ ക്ലോറൈഡ്, അതിൻ്റെ മോണോമർ വിനൈൽ ക്ലോറൈഡ്. അത് മാനുഫാക്ചർ ഓഫ് പ്ലാസ്റ്റിക് പൈപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അടുത്തൊരു പോളിമറാണ്. നമ്മൾ അമ്മമാരൊക്കെ അടുക്കളയിൽ പറഞ്ഞിട്ടുണ്ടോ നോൺ സ്റ്റിക്കിലാണ് വെച്ചത്, നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ്. അപ്പോൾ ആ നമ്മുടെ നോൺ സ്റ്റിക്ക് കുക്ക് വെയറിൻ്റെ ഇന്നർ സർഫസിൽ കൊടുക്കുന്ന കോട്ടിംഗ് ആണ് ഏതെന്ന് പറയുന്നത് പോളി ടെട്രാ ഫ്ലൂറോ ഈഥീൻ എന്ന് പറയുന്നത്. എന്താണ് പോളി ടെട്രാ ഫ്ലൂറോ ഈഥീൻ എന്ന് പറയുന്നത്? അത് ടെട്രാ ഫ്ലൂറോ ഈഥീൻ എന്ന് പറയുന്ന മോണോമറിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന പോളിമറാണ് എന്തെന്ന് പറയുന്നത് പോളി ടെട്രാ ഫ്ലൂറോ ഈഥീൻ. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നോൺ സ്റ്റിക്ക് പാചക പാത്രങ്ങളിൽ ഉൾപ്രതലത്തിൽ ഇന്നർ സർഫസിൽ ആവരണം ചെയ്യാൻ കോട്ട് ചെയ്യാനാണ് ഈ പോളി ടെട്രാ ഫ്ലൂറോ ഈഥീൻ ഉപയോഗിക്കുന്നത്. അത് എവിടെ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ടെട്രാ ഫ്ലൂറോ ഈഥീനിൽ നിന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെട്രാ ഫ്ലൂറോ ഈഥീൻ എന്ന് പറയുന്നത്. CF2 ഡബിൾ ബോണ്ട് CF2. അതിനെ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് ആദ്യം സിംഗിൾ ബോണ്ട് ആക്കി എഴുതുന്നു, ബ്രാക്കറ്റ് ഇടുന്നു, എന്നിട്ട് ഓരോ ബോണ്ട് രണ്ട് സൈഡിലും വരയ്ക്കുന്നു, താഴെ N വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ പോളി ടെട്രാ ഫ്ലൂറോ ഈഥീൻ. അല്ലെങ്കിൽ അവയെ ടെഫ്ലോൺ എന്നും വിളിക്കാം. എന്ത് വിളിക്കാം? ടെഫ്ലോൺ എന്നും അറിയപ്പെടുന്നു. ഇവർ ഉയർന്ന താപനിലയിൽ താങ്ങാൻ കഴിയുന്ന ഒരു പോളിമറാണ് ടെഫ്ലോൺ എന്ന് പറയുന്നത്. ഹൈ ടെമ്പറേച്ചറിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പോളിമറാണ് നമ്മുടെ ടെഫ്ലോൺ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച ഈ 3 പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, ടെഫ്ലോൺ അല്ലെങ്കിൽ പോളി ടെട്രാ ഫ്ലൂറോ ഈഥീൻ എന്നിവയൊക്കെ അഡീഷൻ പോളിമേഴ്സാണ്. നമുക്ക് താഴെ മോണോമർ പോളിമർ യൂസസ് തന്നിട്ടുണ്ട്. ഓരോന്ന് നോക്കാം. വിനൈൽ ക്ലോറൈഡ്, അതിനെയാണ് PVC ആണ് അതിൻ്റെ പോളിമർ എന്ന് പറയുന്നത്. അതിൻ്റെ ഉപയോഗം എന്താണ്? പൈപ്പുകൾ, പ്ലാസ്റ്റിക് ഫർണിച്ചറുകൾ, ഇലക്ട്രിക് കണ്ടക്ടേഴ്സിലൊക്കെ കോട്ടിംഗ് ആയിട്ട്, വൈദ്യുതി ചാലകങ്ങളുടെ ആവരണങ്ങളായി, അങ്ങനെ തുടങ്ങിയവരുടെ നിർമ്മാണത്തിനാണ് നമ്മുടെ പോളിമർ PVC ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ മോണോമറായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? അവിടെ വിനൈൽ ക്ലോറൈഡ്. ഇനി ഈഥീൻ പോളിമർ എന്ന് പറയുന്നത് പോളിത്തീൻ. അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണ്? ടാർപോളിൻ ഷീറ്റുകൾ, ക്യാരി ബാഗ്സ് ഇവയുടെയൊക്കെ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. അടുത്താണ് ഐസോപ്രീൻ എന്ന് പറയുന്ന മോണോമർ. അതിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മുടെ പോളിമറാണ് പ്രകൃതിദത്ത റബ്ബർ അല്ലെങ്കിൽ നാച്ചുറൽ റബ്ബർ. അത് നമ്മുടെ ടയറുകളുടെയൊക്കെ നിർമ്മാണത്തിൽ, മാനുഫാക്ചർ ഓഫ് ടയേഴ്സിനാണ് അവ ഉപയോഗിക്കുന്നത്. ടെട്രാ ഫ്ലൂറോ ഈഥീൻ, അതിൻ്റെ പോളിമർ ടെഫ്ലോണ്. അതിൻ്റെ പോളിമറിന് അല്ലാതെ നമുക്ക് വേറൊരു പേരുണ്ട് പോളി ടെട്രാ ഫ്ലൂറോ ഈഥീൻ എന്നും. നമ്മളത് മുകളിൽ പഠിച്ചായിരുന്നു. NCF2 ഡബിൾ ബോണ്ട് CF2 ഗീസ് CF2 സിംഗിൾ ബോണ്ട് CF2 സിംഗിൾ ബോണ്ട് ബ്രാക്കറ്റിൽ N. അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഉൾപ്രതലത്തിൻ്റെ ആവരണമായിട്ട് നോൺ സ്റ്റിക്ക് കുക്ക് വെയറിലൊക്കെ ഇന്നർ സർഫസിൽ കോട്ടിംഗ് കൊടുക്കാനാണ് ടെഫ്ലോൺ ഉപയോഗിക്കുന്നത്. ഇനി അവസാനത്തെയാണ് അക്രിലോനൈട്രൈൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിനൈൽ സൈനൈഡ് എന്നും പറയും. എന്താണ് അക്രിലോനൈട്രൈൽ അല്ലെങ്കിൽ വിനൈൽ സൈനൈഡ് എന്ന് പറയും. ഇവിടെ ഓർലോൺ, എന്താണ് പുതിയതായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഓർലോൺ ഇതാണെങ്കിൽ നമ്മുടെ സിന്തറ്റിക് ഫൈബറിൻ്റെയൊക്കെ കൃത്രിമ നാരുകളുടെ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. ഓർലോൺ എന്തിനാണ്? മാനുഫാക്ചർ ഓഫ് സിന്തറ്റിക് ഫൈബർ. അതിൻ്റെ മോണോമർ എന്ന് പറയുന്നത് എന്താണ്? അക്രിലോനൈട്രൈൽ അല്ലെങ്കിൽ പഠിച്ചു വെക്കുക വിനൈൽ സൈനൈഡ്. ഓക്കെ, വിനൈൽ സൈനൈഡ് കണ്ടൻസേഷൻ പോളിമറാണ്. എന്താണ്? കണ്ടൻസേഷൻ പോളിമറുകൾ. അപ്പോൾ നൈലോൺ 66 എന്ന് പറയുന്നത് കണ്ടൻസേഷൻ പോളിമറാണ്. അപ്പോൾ ഈ നൈലോൺ 66 ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലീൻ ഡൈഅമീനും നല്ല ഹൈ ടെമ്പറേച്ചറിൽ, ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും പ്രഷറിലും ചേർന്നാണ് നമുക്ക് നൈലോൺ 66 ഉണ്ടാകുന്നത്. അവിടെ ഒരു സ്മോൾ മോളിക്യൂൾ, ചെറിയൊരു തന്മാത്ര നീക്കം ചെയ്യപ്പെടുന്നുണ്ട്, അതായത് നമ്മുടെ വാട്ടർ. ഓക്കെ, ഇവിടെ കണ്ടൻസേഷൻ പോളിമറുകളിൽ വ്യത്യസ്തമായ മോണോമറുകൾ യോജിപ്പിച്ചുണ്ടാകുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ. അഡിപ്പിക് ആസിഡിനെ നമ്മൾ ഹെക്സാമെഥിലീൻ ഡൈഅമീനും അതുപോലെ തന്നെ അഡിപ്പിക് ആസിഡും വെച്ച് ട്രീറ്റ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. NCOH സിംഗിൾ ബോണ്ട് CH2 4 ടൈംസ് സിംഗിൾ ബോണ്ട് COH നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എവിടെയാണ്? കാർബോക്സിലിക് ഗ്രൂപ്പാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അഡിപ്പിക് ആസിഡിൻ്റെ
കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CH2 4 ടൈംസ്, CH2 4 തവണ. ഓക്കെ, എന്നിട്ട് 2 സിംഗിൾ ബോണ്ട് ഇടുക, അതിൽ രണ്ടിലും COH അപ്പുറത്തും ഇപ്പുറത്തും എഴുതുക. N ടൈംസ് ആണെന്ന് ഓർത്തോണം. പോളിമറൈസേഷൻ ആണെങ്കിൽ അവിടെ N ഉണ്ടാവും മോണോമറിൻ്റെ കൂടെ. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടേ? ഹെക്സാ മെഥിലീൻ ഡൈഅമീൻ. NH2 CH2 6 ടൈംസ് NH2. അപ്പോൾ ഇവിടെ CH2 ഹെക്സാ മെഥിലീൻ ഡൈഅമീൻ, ഹെക്സാ മെഥിലീൻ 6 ടൈംസ് ആണ്. അപ്പോൾ CH2 6 ടൈംസ്, പിന്നെ ഡൈഅമീന ആണ് NH2, 2 ഇരുവശങ്ങളിൽ NH2 ഇടുക, N ടൈംസും ഉണ്ട്. ഇതാണ് അഡിപ്പിക് ആസിഡിൻ്റെയും ഹെക്സാമെഥിലിൻ ഡൈഅമീൻ്റെ ഫോർമുല. മനസ്സിലായോ? അഡിപ്പിക് ആസിഡിൻ്റെ ആണെങ്കിൽ CH2 4 ടൈംസ്, ഇരുവശങ്ങളിലും COH, പിന്നെ സ്മോൾ n നമ്പർ ഓഫ് എന്ന് കാണിക്കാൻ. ഹെക്സാമെഥിലിൻ ഡൈഅമീൻ ആകുമ്പോൾ CH2 6 ടൈംസ് ആണ്, 2 സൈഡിലും NH2 പിന്നെ സ്മോൾ n ഫ്രണ്ടിലുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ചേർന്നാണ് നമുക്ക് നൈലോൺ 66 കിട്ടുന്നത്. എന്താണ് നൈലോൺ 66 കിട്ടുന്നത്? അപ്പോൾ എന്തൊക്കെയാണ് പോകുന്നതെന്ന് നോക്കും. ഇവിടുന്ന് ഈ OH പോകുന്നുണ്ട്, അപ്പോൾ CO സിംഗിൾ ബോണ്ട്, ബാക്കി CH2 4 ടൈംസ് സിംഗിൾ ബോണ്ട്. ഈ COയും മാത്രമേ ഉള്ളൂ, ഈ OH പോകുന്നുണ്ട്. CO സിംഗിൾ ബോണ്ട്, NH2-ൽ ഒരു H പോകുന്നുണ്ട്, ഒരു H പോകുന്നുണ്ട്. അപ്പോൾ NH സിംഗിൾ ബോണ്ട്, CH2 6 ടൈംസ് സിംഗിൾ ബോണ്ട്, ഇവിടുത്തെയും ഒരു H പോകുന്നുണ്ട്, NH. എന്നിട്ട് ബ്രാക്കറ്റ് ഇടുക, രണ്ടിലും ഇരുവശങ്ങളിലും സിംഗിൾ ബോണ്ട് ഏകബന്ധനം ഇടുന്നു, താഴെ N ഇടുന്നു, പ്ലസ് N നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾ നീക്കപ്പെടുന്നുണ്ട്. അപ്പോൾ NH2O എന്ന് എഴുതുന്നു. അപ്പോൾ മനസ്സിലായോ നൈലോൺ 66 എങ്ങനെ എഴുതുന്നതെന്ന്? നമ്മുടെ അഡിപ്പിക് ആസിഡിലെ COHൻ്റെ 2 സൈഡിലെ OH നീക്കം ചെയ്യുന്നു, ബാക്കിയെല്ലാം എഴുതുന്നു. എന്നിട്ട് ആരുമായിട്ട് ചേരുന്നു? ഹെക്സാമെഥിലിൻ ഡൈഅമീനുമായിട്ട് ചേരുന്നു. ആ NH2-ൽ NH മാത്രമേ പിന്നെ കാണത്തുള്ളൂ, H പോകും, പിന്നെ CH2 6, അടുത്തതിൽ H പോകുന്നു, NH ആവുന്നു. അത് വാട്ടർ ഫോം ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ N ടൈംസ്, അതാണ് നൈലോൺ 66 എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ വാട്ടർ മോളിക്യൂളും അവിടെ നീക്കപ്പെടുന്നു. അപ്പോൾ വ്യത്യസ്തങ്ങളായ മോണോമറുകൾ സംയോജിച്ച് ചെറിയ തന്മാത്രകളെ, സ്മോൾ മോളിക്യൂൾസിനെ നീക്കം ചെയ്ത് റിമൂവ് ചെയ്ത് വലിയ സംയുക്തങ്ങൾ, ലാർജർ കോമ്പൗണ്ട്സായി മാറുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡിഫറെൻറ്റ് മോണോമേഴ്സ് കമ്പൈൻ ചെയ്ത് ലാർജർ കോമ്പൗണ്ട്സ് ആവുന്ന, സിമ്പിൾ മോളിക്യൂൾസ് റിമൂവ് ചെയ്ത് ലാർജർ കോമ്പൗണ്ട്സ് ഉണ്ടാവുന്ന പോളിമറൈസേഷനാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കുറേ മോണോമറും പോളിമറും ഉപയോഗവും തന്നിട്ടുണ്ട്. അത് പരിശോധിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ്. മോണോമർ അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡൈഅമീനും. പോളിമർ നൈലോൺ 66 ആണ്. വസ്ത്രങ്ങൾ, ചീർപ്പ്, കോംസൊക്കെ, ചീപ്പൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ, ബ്രിസ്റ്റിൽസ് ഓഫ് ബ്രഷുകളുടെ നാര് തുടങ്ങിയവയൊക്കെ നിർമ്മിക്കാനാണ് നമ്മൾ നൈലോൺ 66 ഉപയോഗിക്കുന്നത്. അടുത്ത മോണോമറുകൾ ഫീനോൾ ആൻഡ് ഫോമാൽഡിഹൈഡ്. ഫീനോളും ഫോമാൽഡിഹൈഡും. നമുക്ക് കിട്ടുന്ന പോളിമർ എന്ന് പറയുന്നത് ബേക്ക്ലൈറ്റ് എന്നാണ്, അല്ലെങ്കിൽ ഫീനോൾ ഫോമാൽഡിഹൈഡ് റെസിൻ. ഫീനോൾ ഫോമാൽഡിഹൈഡ് റെസിൻ, അല്ലെങ്കിൽ അവയെ ബേക്ക്ലൈറ്റ് എന്ന് വിളിക്കും. അത് സ്വിച്ചുകൾ, പ്ലഗുകൾ, നല്ല പ്രഷർ കുക്കറിൻ്റെയൊക്കെ ഹാൻഡിലിൻ്റെ നിർമ്മിക്കാനൊക്കെയാണ് നമ്മൾ ബേക്ക്ലൈറ്റ് അല്ലെങ്കിൽ ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ ഉപയോഗിക്കുന്നത്. അടുത്തത് എത്തിലീൻ ഗ്ലൈക്കോൾ ആൻഡ് തെർത്താലിക് ആസിഡ്. എത്തിലീൻ ഗ്ലൈക്കോളും തെർത്താലിക് ആസിഡും കൂടെ ചേർന്ന് കിട്ടുന്ന പോളിമർ എന്ന് പറയുന്ന പോളി എസ്റ്റർ ആണ്, അല്ലെങ്കിൽ പോളി എത്തിലീൻ തെർത്താലേറ്റ് ആണ്. പോളി എത്തിലീൻ തെർത്താലേറ്റ് അല്ലെങ്കിൽ പോളി എസ്റ്റർ. അത് ടാർപോളിൻ, ബോട്ടിൽസ്, ഫാബ്രിക്സ്, കുപ്പികൾ, വസ്ത്രങ്ങളൊക്കെ തുടങ്ങിയവ മാനുഫാക്ചർ ചെയ്യാനാണ് പോളി എസ്റ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ചോദ്യം നോക്കാം. വാട്ട് ആർ ദി മോണോമേഴ്സ് ഓഫ് നൈലോൺ 66? നൈലോൺ 6ൻ്റെ മോണോമറുകൾ ഏതൊക്കെയാണ്? അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡൈഅമീനും. അഡിപ്പിക് ആസിഡ് ആൻഡ് ഹെക്സാമെഥിലിൻ ഡൈഅമീനും. ഫീനോളും ഫോർമാൽഡിഹൈഡും കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വിധേയമാകുമ്പോൾ ലഭിക്കുന്ന പോളിമർ ഏത്? ഫീനോളും ഫോർമാൽഡിഹൈഡും ചേർന്ന് കിട്ടുന്ന പോളിമർ ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ അല്ലെങ്കിൽ ബേക്ക്ലൈറ്റ് എന്ന് പറയാം. ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ അല്ലെങ്കിൽ ബേക്ക്ലൈറ്റ് എന്ന് പറയാം. പോളിയെസ്റ്ററിൻ്റെ മോണോമറുകളുടെ പേര് എഴുതുക.
വാട്ട് ആർ ദി മോണോമേഴ്സ് ഓഫ് പോളിയസ്റ്റർ? ഏതൊക്കെയാണ്? എത്തിലീൻ ഗ്ലൈക്കോളും ടെർത്താലിക് ആസിഡും. എത്തിലീൻ ഗ്ലൈക്കോളും ടെർത്താലിക് ആസിഡുമാണ്. അടുത്ത നമ്മുടെ റിയാക്ഷനാണ് താപീയ വിഘടനം, തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. താഴെ നമുക്കൊരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, രാസസമവാക്യമുണ്ട്. പ്രൊപ്പെയിനെ ചൂടാക്കുന്നത് ഇൻ ആബ്സെൻസ് ഓഫ് എയർ, വായുവിൻ്റെ അസാന്നിധ്യത്തിൽ പ്രൊപ്പെയിനെ ഹീറ്റ് ചെയ്യുന്നതിൻ്റെ സമവാക്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. CH3 സിംഗിൾ ബോണ്ട് CH2 ഏകബന്ധനം CH3 ഇൻ പ്രസൻസ് ഓഫ് ഹീറ്റ് അല്ലേ, ചൂടാക്കുവാണ്. അപ്പോൾ താപം. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? CH4 പ്ലസ് CH2 ഡബിൾ ബോണ്ട് CH2. CH4 എന്ന് പറഞ്ഞാൽ മീഥൈനും, CH2 ഡബിൾ ബോണ്ട് CH2 ഈഥീനുമാണ്. കാരണം ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പോൾ ഈഥീനുമാണ്. അപ്പോൾ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന സംയുക്തങ്ങൾ ഏതെല്ലാമാണ്? ഇവിടെ ഉണ്ടായ പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്? മീഥൈനും ഈഥീനുമാണ്. ഇതിൽ അപൂരിത സംയുക്തം ഏതാണ്? അപൂരിത അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ അപൂരിത അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഏതാണ്? CH2 ഡബിൾ ബോണ്ട് CH2 ഈഥീനാണ്. അപ്പോൾ തന്മാത്രാഭാരം കൂടുതലുള്ള ചില ഹൈഡ്രോ കാർബണുകൾ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ അവ വിഘടിച്ച് തന്മാത്രാഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായി മാറുന്ന ഈ പ്രവർത്തനത്തെയാണ് താപീയ വിഘടനം, തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഹൈഡ്രോ കാർബൺ, ഹൈ മോളിക്കുലർ വെയിറ്റ് ഉള്ള ഹൈഡ്രോ കാർബണിനെ ചൂടാക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവ ഡീകമ്പോസ് ചെയ്ത് അവർ വിഘടിച്ച് ലോവർ മോളിക്കുലർ വെയിറ്റ് ഉള്ള ഹൈഡ്രോ കാർബണുകളായി മാറുന്നു. ഇവയാണ് നമ്മൾ തെർമൽ ക്രാക്കിംഗ്, ഈ ഒരു രാസപ്രവർത്തനത്തെയാണ് നമ്മൾ താപീയ വിഘടനം, തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. അവിടെ വായു ഇല്ല, ആബ്സെൻസ് ഓഫ് എയർ ആണ്. നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം. കംപ്ലീറ്റ് ദി കെമിക്കൽ ഇക്വേഷൻ. രാസസമവാക്യങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 CH3. ഇതെന്താണ്? ബ്യൂട്ടെയിൻ ആണ് അല്ലേ? ബ്യൂട്ടെയിൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനെ താപീയ വിഘടനം നടത്തിയാൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് അപൂരിത ഹൈഡ്രോ കാർബൺ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. അപ്പോൾ ഇനി ബാക്കി കാർബൺ ചേർന്ന് ഒരു പൂരിത ഹൈഡ്രോ കാർബൺ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിരിക്കും ഉണ്ടാകുന്നത്. അതെന്തായിരിക്കും? CH4. എന്താണ്? മീഥെയിൻ. ഇതെന്താണ്? പ്രൊപ്പീൻ. ഇതെന്താണ്? പ്രൊപ്പീനാണ്. ഇനി നമുക്കിവിടെ അടുത്തത് തന്നേക്കുന്നത് CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 ഏകബന്ധനം CH2 ഏകബന്ധനം CH3. ഇതെന്താണ്? ബ്യൂട്ടെയിൻ ആണ്. അപ്പോൾ ഇത് വിഘടിച്ച് ഡീകമ്പോസ് ചെയ്ത് ഒരു കോമ്പൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്, എന്താ? ഈഥീൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ബാക്കി കാർബണുകൾ ചേർന്ന് എന്താണ്? ഒരു പൂരിത ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണ്. ഇവിടെ 2 കാർബൺ ചേർന്ന് അപൂരിത ഹൈഡ്രോ കാർബൺ ഫോം ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി 3 കാർബൺ വരും, അത് ചേർത്തൊരു പൂരിത കോമ്പൗണ്ടാണ് ഉണ്ടാകുന്നത്. എന്തായിരിക്കും? പ്രൊപ്പെയിൻ ആയിരിക്കും. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ഇതായിരിക്കും ഈ 2 ഉൽപ്പന്നത്തിലും ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ബ്യൂട്ടെയിനിൽ പ്രൊപ്പീനും മീഥൈനുമാണ് ഉണ്ടാകുന്നത്. ബ്യൂട്ടെയിനിൽ ഈഥീനും അതുപോലെ തന്നെ പ്രൊപ്പെയിനുമാണ് ഉണ്ടാകുന്നത്. ഇവിടെ എത്ര കാർബൺ ഉണ്ടോ അത്രയും കാർബൺ തന്നെയാണ് വിഘടിച്ച് ഡീകമ്പോസ് ചെയ്ത് ചെറിയ ഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായി മാറുന്നത്. ഇതാണ് താപീയ വിഘടനം, തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൂടുതൽ കാർബൺ ആറ്റങ്ങൾ ഉൾപ്പെട്ട ഹൈഡ്രോ കാർബണുകളാണെങ്കിൽ താപീയ വിഘടനത്തിന് തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാകുമ്പോൾ, സബ്ജക്റ്റ് ആകുമ്പോൾ അതിൻ്റെ കാർബൺ ചെയിന് പല രീതിയിലായിരിക്കും ബ്രേക്കപ്പ് ആവുന്നത്, വിഘടിക്കുക. അപ്പോൾ താപീയ വിഘടനത്തിൻ്റെ ഫലമായി നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊഡക്ട്സാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് അതിൻ്റെ ടെമ്പറേച്ചർ, പ്രഷർ, ആ ക്രാക്കിങ് സമയത്തുള്ള ഹൈഡ്രോ കാർബണിൻ്റെ നേച്ചർ ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതിൻ്റെ താപനില, മർദ്ദം, വിഘടനത്തിന് വിധേയമാകുമ്പോൾ നമ്മുടെ ഹൈഡ്രോ കാർബണിൻ്റെ സ്വഭാവം എന്നിവയായിരിക്കും ആശ്രയിച്ചിരിക്കുന്നത്.
അപ്പോൾ നമ്മുടെ പൂരിത ഹൈഡ്രോ കാർബണുകൾ താപീയ വിഘടനത്തിന് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണുകൾ താപീയ വിഘടനം തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാകുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തങ്ങൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പൂരിതവും അപൂരിതവുമായ ഹൈഡ്രോ കാർബണുകൾ കാണപ്പെടുന്നുണ്ട്. സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും കോമ്പൗണ്ട്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇവ ചില പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ പ്ലാസ്റ്റിക് വേസ്റ്റിനെയൊക്കെ താപിക വിഘടനം നടത്തി തെർമൽ ക്രാക്കിംഗ് നടത്തിയിട്ട് ലഘുവായ സിംപ്ലർ അല്ലെങ്കിൽ ലൈറ്റ് തന്മാത്രകളായി മാറ്റാൻ നമുക്ക് സാധിക്കും. ഒരു പരിധിവരെ നമുക്ക് മലിനീകരണം നിയന്ത്രിക്കാൻ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത റിയാക്ഷനാണ് ഹൈഡ്രോ കാർബണുകളുടെ ജ്വലനം അഥവാ കമ്പസ്റ്റൻ ഓഫ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. മീഥേൻ വായുവിൽ കത്തുന്ന പ്രവർത്തനത്തിൻ്റെ സമവാക്യമാണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്. മീഥേന് എയറിൽ ബേൺ ചെയ്യുന്ന കെമിക്കൽ ഇക്വേഷനാണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്. CH4 + 2O2 gives CO2 + 2H2 + താപം ഹീറ്റ്. ഇതാണ് നമുക്ക് മീഥേന് വായുവിൽ കത്തുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. കാർബൺ ഡയോക്സൈഡ്, വാട്ടർ പ്ലസ് താപം. അപ്പോൾ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതിനോടൊപ്പം താപവും പ്രകാശവും ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, ലഭിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇനി ബ്യൂട്ടേൻ വായുവിൽ കത്തുന്ന പ്രവർത്തനത്തിൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. എല്ലാ ഹൈഡ്രോ കാർബണുകളും വായുവിൽ കത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, താപമാണ്. ഓർത്തോളുക, ഓൾ ഹൈഡ്രോ കാർബൺസ് ഗീവ് സെയിം പ്രൊഡക്റ്റ്. എല്ലാ ഹൈഡ്രോ കാർബണുകളും വായുവിൽ കത്തുമ്പോൾ കിട്ടുന്നത് കാർബൺ ഡയോക്സൈഡും വാട്ടറും ഹീറ്റുമാണ്. ബ്യൂട്ടേൻ വായുവിൽ കത്തുമ്പോൾ ഉള്ള ഇക്വേഷന് പൂർത്തീകരിക്കാനാണ്. അപ്പോൾ കാർബൺ ഡയോക്സൈഡും വാട്ടറും താപം ഹീറ്റുമാണ് കിട്ടുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? കാർബൺ എത്രണ്ണം ഉണ്ടെന്ന് വെച്ച് ബാലൻസ് ചെയ്താൽ മതി, സമീകരിച്ചാൽ മതി നമുക്ക്. ഇവിടെ കാർബൺ എത്രണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അപ്പോൾ 8 CO2. ഇനി ഹൈഡ്രജൻ എത്രണ്ണം ഉണ്ട്? 20 എണ്ണം ഉണ്ട്. 10. ഓക്സിജൻ എണ്ണം കറക്റ്റായി നോക്കിയേ. ഈ CO2യിലുള്ള ഓക്സിജൻ്റെ എണ്ണം 16. 8 ഈ O2ൻ്റെ എണ്ണം 8 × 2 16 കിട്ടും. ഇവിടെ ഉള്ള ഓക്സിജൻ, വാട്ടറിലുള്ള ഓക്സിജൻ്റെ എണ്ണം 10. അപ്പോൾ എത്രയാണ്? 26ആയി. ഇവിടെ 13 O2 ഉണ്ട്, അതും 26ആയി. അപ്പോൾ രണ്ട് സൈഡ്, ഉൽപ്പന്നത്തിൻ്റെ സൈഡിലും അഭികാര്യങ്ങളുടെ സൈഡിലും റിയാക്റ്റൻ സൈഡിലും ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്റ്റ് സൈഡിലും ഓക്സിജൻ്റെ എണ്ണവും കാർബണിൻ്റെ എണ്ണവും ഹൈഡ്രജൻ്റെ എണ്ണവും ബാലൻസ്ഡ് ആയി. അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ് വരുന്നത്? 8 CO2 പ്ലസ് 10 H2O പ്ലസ് ഹീറ്റ്, താപം. ഇതായിരിക്കും നമുക്ക് ഏതൊരു ഹൈഡ്രോ കാർബണും കത്തിച്ചാൽ കിട്ടുന്നത്. പിന്നെ അവരിലുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണം, ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം, ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം വെച്ച് നമ്മൾ സമീകരിക്കുന്നു, ബാലൻസ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. ഏതൊരു ഹൈഡ്രോ കാർബണും കത്തിച്ചാൽ കാർബൺ ഡയോക്സൈഡും വാട്ടറും താപവും ഹീറ്റുമാണ് നമുക്ക് കിട്ടുന്നതെന്ന് ഓർത്തുകൊള്ളുക. സോ ഹൈഡ്രോ കാർബണുകൾ കത്തുമ്പോൾ വെൻ ഹൈഡ്രോ കാർബൺസ് ബേൺ, വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് ദേ കമ്പൈൻ വിത്ത് ഓക്സിജൻ ഇൻ എയർ ടു ഫോം കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. കാർബൺ ഡയോക്സൈഡും വാട്ടറും എന്നിവയോടൊപ്പം താപവും പ്രകാശവും ഉണ്ടാകുന്നു. എലോങ് വിത്ത് ഹീറ്റ് ആൻഡ് ലൈറ്റ്, അതിനോടൊപ്പം ഹീറ്റും ലൈറ്റും ഉണ്ടാകുന്നു. ഈ പ്രോസസ്സിന്, ഈ പ്രവർത്തനത്തെയാണ് ജ്വലനം എന്ന് വിളിക്കുന്നത്, കമ്പസ്റ്റൻ എന്ന് വിളിക്കുന്നത്. നമുക്കപ്പോൾ താഴെ ഹൈഡ്രോ കാർബണുകളുടെ രാസപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പട്ടിക പൂർത്തീകരിക്കാൻ തന്നിട്ടുണ്ട്. ഇവ ഓരോന്നും ഏത് തരമാണ്, ഏത് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷനാണ് കാണിക്കുന്നതെന്ന് രേഖപ്പെടുത്തുക. ആദ്യത്തെ CH ട്രിപ്പിൾ ബോണ്ട്, ത്രിബന്ധനം CH + 2H2 ഗീവ്സ് നിക്കൽ. അതിൽ നമ്മൾ ഇത് ഏത് രാസപ്രവർത്തനമാണ് പഠിച്ചത്? അഡീഷൻ രാസപ്രവർത്തനം. ഏതാണ്? അഡീഷൻ രാസപ്രവർത്തനം. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ടായി മാറുന്നു. ഇതിലുള്ള ഓരോ ഹൈഡ്രജനും ഓരോ Hലേക്ക് പോകുന്നു. അങ്ങനെ CH2 ഡബിൾ ബോണ്ട് CH2 ഉണ്ടാകുന്നു.
അഡീഷൻ രാസപ്രവർത്തനം, അഡീഷൻ റിയാക്ഷൻ. അടുത്ത് CH2Cl2 + Cl2 സൂര്യപ്രകാശം, സൺലൈറ്റിൻ്റെ റിയാക്ഷൻ ഏതാണ്? നമ്മൾ ആദ്യം പഠിച്ച റിയാക്ഷനാണ് ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എന്ത് സംഭവിക്കുന്നു? ഒരു ഹൈഡ്രജൻ പോകുന്നു, ഒരു ക്ലോറിനും കൂടെ കയറിയിരിക്കുന്നു. അപ്പോൾ CHCl3 ആകുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. റിയാക്ഷൻ. ഇനി NCH2 ഡബിൾ ബോണ്ട് CH2 എങ്ങനെയാണ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്? ഞാൻ പഠിപ്പിച്ചായിരുന്നല്ലോ. CH2 സിംഗിൾ ബോണ്ട് CH2, ഡബിൾ ബോണ്ട് ഇല്ലാതെ എഴുതുക. CH2 സിംഗിൾ ബോണ്ട് CH2, ഡബിൾ ബോണ്ട് ഇല്ലാതെ എഴുതുക. ഈ റിയാക്ഷൻ കാണുമ്പോൾ നമുക്കറിയാം എന്താണ്? പോളിമറൈസേഷൻ ആണ്. ഇത് ഏതിൽ ഉൾപ്പെടുന്നു? അഡീഷൻ പോളിമർ ആണിത്, അല്ലേ? അഡീഷൻ പോളിമേഴ്സാണ്. എന്നിട്ട് ബ്രാക്കറ്റ് ഇടുക, അതിൽ ഓരോ ബോണ്ട് വരയ്ക്കുക. എന്നിട്ട് എവിടെ എഴുതണം? ഇവിടെ താഴെ എഴുതണം. ഇതെന്താണ്? പോളിമറൈസേഷൻ അല്ലെങ്കിൽ അഡീഷൻ പോളിമറുകളാണ്. അഡീഷൻ പോളിമറുകൾ. അല്ലെങ്കിൽ പോളിമറൈസേഷൻ എന്ന് വിളിക്കാം. ഈ രാസപ്രവർത്തനത്തെ പോളിമറൈസേഷൻ എന്ന് വിളിക്കാം. പോളിമറൈസേഷൻ. അടുത്തത് CH4 തന്നിട്ടുണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? കമ്പസ്റ്റൻ ആണ്, ജ്വലനം. ഓക്കെ, ജ്വലനം, കമ്പസ്റ്റൻ. അപ്പോൾ നമ്മൾ പഠിച്ച ഏതൊരു ഹൈഡ്രോ കാർബണും അത് ജ്വലനം സംഭവിക്കും. കമ്പസ്റ്റൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, ഹീറ്റ്, താപവുമാണ് കമ്പസ്റ്റൻ. അപ്പോൾ CH4 O2 gives CO2 H2O. ഇനി അവയെ ബാലൻസ് ചെയ്യണം. H2O. കാർബൺ ഒന്നേ ഉള്ളൂ, ഹൈഡ്രജൻ 4 എണ്ണം ഉണ്ട് അഭികാരികളുടെ സൈഡിൽ. അപ്പോൾ 2H2. ഓക്സിജൻ്റെ എണ്ണം ഇവിടെ എത്ര എണ്ണമാണ്? കാർബൺ ഡയോക്സൈഡിൽ 2 എണ്ണം, അങ്ങനെ മൊത്തത്തിൽ 4. അപ്പോൾ ഇവിടെ 2O2. അപ്പോൾ CH4 2O2 gives CO2 + 2H2O എന്ന് കിട്ടും. അപ്പോൾ അടുത്തത് നമുക്ക് അഭികാരികളുടെ സൈഡിൽ H2 തന്നിട്ടുണ്ട്. അതും ചേർന്ന ഒരു പൂരിത ഹൈഡ്രോ കാർബണാണ് ഉണ്ടാകുന്നത്. CH3 സിംഗിൾ ബോണ്ട് CH3 ഈഥേനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു അപൂരിത ഹൈഡ്രോ കാർബണുമായി H2 ചേരുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് തമ്മിൽ H2 റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ എന്ത് ലഭിക്കുന്നത്? സാച്ചുറേറ്റഡ് കോമ്പൗണ്ടായ ഈഥേൻ ലഭിക്കുന്നത്. അപ്പോൾ ഇതേതാണ് റിയാക്ഷൻ? ഇത് അഡീഷൻ റിയാക്ഷനാണ്, നമ്മൾ പഠിച്ചായിരുന്നു. അഡീഷൻ റിയാക്ഷനാണ്. അഡീഷൻ റിയാക്ഷനാണിത്. അപ്പോൾ എന്തുമായിരിക്കും ഇവിടെ വരുന്ന അപൂരിത ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഡബിൾ ബോണ്ട് വരുന്ന കേസസ്? ഡബിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോ കാർബൺ ആയിരിക്കുമല്ലോ അവിടെ സിംഗിൾ ബോണ്ടായി. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 + H2 ട്രീറ്റ് ചെയ്തപ്പോൾ എന്തായി കിട്ടി? നമുക്ക് ഈഥേൻ. CH3 സിംഗിൾ ബോണ്ട് CH3 കിട്ടി. അത് അഡീഷൻ രാസപ്രവർത്തനമാണ്. അഡീഷൻ രാസപ്രവർത്തനമാണ്.
അപ്പോൾ ഇത്രയും റിയാക്ഷൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത്. ഓരോ റിയാക്ഷൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ചില പ്രധാന ഓർഗാനിക് സംയുക്തങ്ങളുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു.